നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പുനഃസ്ഥാപിച്ചത്. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും ഇടത് സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും ബി.ജെ.പി. വേദിയിൽ. ഇരുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ക്ഷണിച്ച് ബി. ഗോപാലകൃഷ്ണൻ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പേരാമ്പ്ര സംഭവത്തിൽ ബോംബ് കഥ ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് സതീശൻ. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന എഫ്ഐആർ. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് പവന് കൂടിയത് 2840 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 97,360 രൂപയിലെത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കായികാധ്യാപകരുടെ നിസ്സഹകരണം മേളയെ ബാധിക്കുന്നതായി പരാതി. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കുട്ടനെല്ലൂരിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, N.K. സുധീർ, ജില്ലാ ജനറൽ സെക്രട്ടറി P.K. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളെയും സംവരണ നറുക്കെടുപ്പ് അവസാന ഘട്ടത്തിൽ. തൃശൂർ കോർപ്പറേഷനിലെ നറുക്കെടുപ്പ് നാളെ കൊച്ചിയിൽ നടക്കും. സംസ്ഥാനത്ത് ആശങ്ക പരത്തി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരത്ത് 5 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ ബേക്കറി കുത്തിത്തുറന്ന മോഷണം. ഡെയിലി ഫ്രഷ് എന്ന ബേക്കറിയിലാണ് മോഷണം നടന്നത്. മേശവലിപ്പ് കുത്തിത്തുറന്ന് 10,000 രൂപയോളം കവർന്നു. വിനോദയാത്രയ്ക്കിടെ തായ്ലൻഡിൽ കടലിൽ മുങ്ങിമരിച്ച ചാലക്കുടി സ്വദേശി ഡോക്ടറുടെ മൃതദേഹം നാളെ വീട്ടിലെത്തിക്കും. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ റെയിൽവേ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ രാഹുലനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചത്. അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ അഴിമതിയെന്ന ആരോപണത്തെ തുടർന്ന് വീണ്ടും പൊളിച്ചു. അഴിമതി ആരോപിച്ച് വിജിലൻസിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് റോഡിൽ വിരിച്ച ടൈലുകൾ പൊളിച്ചു നീക്കിയത്. വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ ഇരുമ്പുപാലം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി സേവ്യർ ചിറ്റലപ്പള്ളി MLA-യും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. 5,16,00,000 രൂപ പാലം പുനർനിർമ്മിക്കുന്നതിനും അപ്രോച്ച് റോഡിനുമായി ഭരണാനുമതി ആയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 5,92,22,035 രൂപ ലഭിച്ചു. 2 കിലോ 580 ഗ്രാം 200 മില്ലിഗ്രാം സ്വർണവും 9 കിലോഗ്രാം 310 ഗ്രാം വെള്ളിയും ഉണ്ടായിരുന്നു. ചാലക്കുടി നഗരസഭയിലെ സംവരണ വാർഡുകളിൽ തീരുമാനമായതോടെ ഭരണമുന്നണിയായ UDF-ലെ ഭൂരിഭാഗം കൌൺസിലർമാരും വീണ്ടും മത്സര രംഗത്തുണ്ടാകുമെന്ന് സൂചന. 37 വാർഡുകളുള്ള നഗരസഭയിൽ പട്ടികജാതി സീറ്റുകളടക്കം 7 ഡിവിഷനുകളിൽ മാത്രമേ പുതുമുഖങ്ങളെ രംഗത്തിറക്കാൻ സാധ്യതയുള്ളൂ. ഏങ്ങണ്ടിയൂർ മണപ്പാട് കുടിവെള്ള പദ്ധതിക്കായി ഭൂമി ഏറ്റുവാങ്ങലും നിർമ്മാണോദ്ഘാടനവും നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഭൂമി ഏറ്റുവാങ്ങലും നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. 321 പോയിന്റ് നേടി ടീം ഗ്രാമലക്ഷ്മി ഓവറോൾ ചാമ്പ്യന്മാരായി. എടത്തുരുത്തി കമായി റോഡ് സബര്യ കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരം ഞായറാഴ്ച നടക്കും. തൃശൂർ ജില്ലാ IRE വടംവലി അസോസിയേഷനുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ മടത്തിപ്പറമ്പിൽ അബ്ദു ഹാജി ഫൗണ്ടേഷൻ നവീകരിച്ചു നൽകിയ കുട്ടികളുടെ പാർക്കിന്റെയും ശീതീകരിച്ച ലൈബ്രറിയുടെയും E.T. ടൈസൺ MLA അനുവദിച്ച സ്കൂൾ ബസിന്റെ കൈമാറ്റവും നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ് നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 4-ാം വാർഡ് 98-ാം നമ്പർ മിൽ സെന്റർ അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA അംഗനവാടിക്ക് തറക്കല്ലിട്ടു.
അപൂർവ ജൈവ സമ്പത്തുള്ള തൃശൂർ മൃഗശാല മ്യൂസിയം കോമ്പൗണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനായി വികസിപ്പിക്കണമെന്ന് പച്ചത്തുരുത്ത് പഠനക്കൂട്ടായ്മ ആവശ്യപ്പെട്ടു. 10 ഏക്കറിലധികം ഭൂമിയിലാണ് ഇവിടെ ജൈവ വൈവിധ്യം നിലനിൽക്കുന്നത്. SIO ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും തൃശൂരിൽ ഞായറാഴ്ച നടക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്ന് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, പാലസ് ഗ്രൗണ്ട് വാക്കേഴ്സ് ക്ലബ്, വെറ്ററൻസ് അസോസിയേഷൻ, പാലസ് ഗ്രൗണ്ട് എന്നീ സംഘടനകളുമായി സംയുക്തമായാണ് കുട്ടനെല്ലൂരിൽ നിന്ന് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തന രംഗത്ത് 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ റഷീദ് എരുമപ്പെട്ടിയെയും TG സുന്ദർലാലിനെയും എരുമപ്പെട്ടി പ്രസ് ക്ലബ് ആദരിച്ചു. ആദരം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ കേരള ചിത്രകലാ പരീക്ഷത്ത് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം ഒരുക്കും. നാളെ മുതൽ 22 വരെയാണ് ചിത്രപ്രദർശനം. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ഈ മാസം 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കും. 23-ന് കൂട് തുറക്കൽ, ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം പോയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോറ്റിയും മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും നല്ല ബന്ധമാണുള്ളതെന്നും VD സതീശൻ. പാലിയേക്കര ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതുകൊണ്ടുള്ള ഹൈക്കോടതി വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്. ഹൈക്കോടതി വിധി സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടല്ലെന്നും ഷാജി കോടങ്കണ്ടത്ത്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുത്തു. മരിച്ച ഇലിയാസിന്റെ സഹോദരൻ നൽകിയ പരാതിയിലാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവത്തിലെ ക്രോസ് കൺട്രി മത്സരത്തിൽ ചെറുതുരുത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി KK അഭിഷേകും ആളൂർ HNV സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി TU അവന്തികയും 1ാം സ്ഥാനം നേടി. ആൺകുട്ടികൾക്കായി 6 കിലോമീറ്ററും പെൺകുട്ടികൾക്കായി 14 കിലോമീറ്റർ മത്സരവുമാണ് നടത്തിയത്. 2026-ൽ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്തുതിപാഠക സംഘങ്ങളായി മാറിയ സർക്കാർ വിലാസം സംഘടനകൾ പിണറായിയിലൂടെ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും വിമർശനം. വരവൂർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാകുന്നു. വരവൂർ കിഴക്കേതിൽ ശ്രീധർമ്മശാസ്ത ഭഗവതി കുടുംബക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം 7 വിളക്കുകളും വലിയ ഉരുളിയുമാണ് മോഷണം പോയത്. പേരാമ്പ്ര വിഷയത്തിൽ പോലീസിനും മുഖ്യമന്ത്രിക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP അനാവശ്യമായിട്ടാണ് മർദ്ദിച്ചതെന്ന് SP സമ്മതിച്ച ശേഷവും പോലീസ് സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് VD സതീശൻ. എളവള്ളി പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഹെലിപാഡ് നാടിന് സമർപ്പിച്ചു. ഭാവിയിൽ ടൂറിസം, ആരോഗ്യം, സ്വയം തൊഴിൽ മേഖലകളിൽ പഞ്ചായത്തിന്റെ വൻ കുതിപ്പിന് ആക്കം കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഹെലിപാഡ് നിർമ്മാണം ഏറ്റെടുത്തത്. BJP എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലിപാഡ് ഉദ്ഘാടന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിൽ പാർപ്പിടം, ശുദ്ധജലം, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ എന്നിവ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നടന്ന വികസന സദസ്സ് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൽ റഷീദ്, പ്രമീള രാജൻ എന്നിവർ ബഹിഷ്കരിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച ഫണ്ട് പോലും ചിലവഴിക്കാതെ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വിശദീകരിച്ച് കാട്ടകാമ്പാൽ പഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലഡാക്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്ന സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഉടൻ വിട്ടയക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂരിൽ ജനാധിപത്യ മനുഷ്യാവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് മണച്ചാലിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കും കയാക്കിംഗ് സെന്ററും നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരിയിൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി അറബി സാഹിത്യോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാരോലിൻ ജെറീഷ് പെരിഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.